ചവറ മണ്ഡലത്തിന്റെ ഭാഗമായ കൊട്ടുകാട് കൂടിയാണ് ഇപ്പോൾ പ്രചരണ വാഹനം മുകേഷിന്റേത് കടന്നു പോകുന്നത്. നമുക്കറിയാം, റോഡിന് ഇരുവശവും ആളുകൾ വളരെ ആവേശത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയാണ്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. ഗംഭീരമല്ലേ, നിങ്ങൾക്ക് കണ്ടൂടെ? ഈ കൊടും ചൂടിൽ, ഇത്രയും സെന്റിഗ്രേഡ് ചൂടുള്ള ഈ സമയത്ത് അമ്മമാര് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയൊക്കെ ആവേശം കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം 100% മനസ്സിലാക്കിയവരാണ് കേരളത്തിലുള്ളവര്, പ്രത്യേകിച്ചും ചെങ്കോട്ടയായ കൊല്ലത്തിനുള്ളവർ. ഈ ചിരിക്കുന്നവർ ഇത് മുകേഷിനുള്ള ചിരിയാണോ അതോ സ്ഥാനാർത്ഥിക്കുള്ള ചിരിയാണോ? മുകേഷ് എന്ന നടനുള്ള ചിരിയാണോ സ്ഥാനാർത്ഥിക്കുള്ള ചിരിയാണോ? ഇത് 7.5 കൊല്ലം മുമ്പ് ഒരുപാട് പേര് പറഞ്ഞ് ആശ്വസിച്ചതാണ്. ഇതെല്ലാം സിനിമക്കാരനാന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ജയിച്ചപ്പോ ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടായില്ല. ഈ കൈകാണിപ്പും ഷേക്കാൻഡും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. കേരളത്തിന്റെ ആ ഒരു മാറ്റത്തിന് വേണ്ടി ഈ കൊല്ലത്തിന്റെ പാർലമെന്റിൽ ഒരു ശക്തമായ നിര വരണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരെ, സഹോദരന്മാരുടെയും ഒരു വലിയ ആഗ്രഹമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. ചിരിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അറിയാല്ലേ ഇത് വോട്ടാണോ അതോ നടനുള്ള സ്നേഹമാണോ? അതെല്ലാം അങ്ങനെയാണെങ്കിൽ, ഇത് കലാകാരനുള്ളതാണെങ്കിൽ 2 പ്രാവശ്യം ഞാൻ എങ്ങനെ ജയിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം AICC മെമ്പറിനെയല്ലേ തോപ്പിച്ചത്? അതിനു മുമ്പ് കോൺഗ്രസിന്റെ വലിയ നേതാവിനെയല്ലേ തോപ്പിച്ചത്? അപ്പോഴൊന്നും ഇല്ലാത്തത് ഇപ്പൊ എങ്ങനെ പറയുന്നത്? ഇത് ശക്തമായ രാഷ്ട്രീയ മത്സരം തന്നെയാണ്. ഈ വലിയ ഒരു മണ്ഡലമാണ്, പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് മത്സരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നു എന്ന് തോന്നിയ നിമിഷം മുകേഷിന്റെ മനസ്സിൽ എന്തായിരുന്നു? അല്ല, അത് ഞാൻ പാർട്ടി എന്ത് തീരുമാനിച്ചാലും കൊല്ലത്തിന് വേണ്ടി വേറൊരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞ ഒരു പക്ഷെ ഞാൻ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. കൊല്ലത്തിന് വേണ്ടി എന്നിലൂടെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ 100% 2 കൈ നീട്ടി ഞാൻ സ്വീകരിച്ചിരിക്കും. NK പ്രേമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ സുപരിചിതനാണ്, നിരവധി തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്, മികച്ച പാർലമെന്റേറിയനാണ്. എന്ത് പറഞ്ഞാണ് NK പ്രേമചന്ദ്രനെ നേരിടുന്നത്? ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അദ്ദേഹം പ്രഗത്ഭനാണ്, നാട്ടുകാർ തീരുമാനിക്കട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ സമഗ്രമായ ഒരു മുന്നേറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, വികസനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ കേരളത്തിന്റെ ഒരു LDF നിര വരും. ഇവിടെ ഒറ്റയാൾ പോരാട്ടോ, ഒറ്റയാൾ പട്ടാളോ ഒന്നുമല്ല, ശക്തമായ നിര വരും. അപ്പോൾ അത് ആ ആത്മവിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്തിന് മുകേഷ് ഏട്ടന് വോട്ട് ചെയ്യണം ജനം? വികസനത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി. ഇവിടെ ഒരമ്മ പെറ്റ മക്കളെ പോലെ റോബർട്ടും സുലൈമാനും ഗോപാലകൃഷ്ണനും ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി, അതില്ലാതാക്കാൻ വരുന്ന ശക്തികളെ എതിർക്കാൻ വേണ്ടി, അത് ഏത് സമയവും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ചാഞ്ചാടുന്നവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി. അത്രേ ഉള്ളൂ. NK പ്രേമചന്ദ്രൻ നമുക്കറിയാം 96-ലും 98-ലും ഒക്കെ മത്സരിക്കുന്നു, 4 തവണ പാർലമെന്റിൽ എത്തിയ വ്യക്തിയാണ്. മുകേഷ് ഏട്ടൻ NK പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചെങ്കൊടിയുടെ കീഴിൽ നിന്നപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് വോട്ട് ചെയ്ത് കാണും. അതിനുശേഷം വോട്ട് ചെയ്തിട്ടില്ല. അപ്പോ എങ്ങനെ വോട്ട് ചെയ്യും? ഒരിക്കലും വോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോ ഒരിക്കൽ വോട്ട് ചെയ്ത വ്യക്തിക്കെതിരെയാണ് ഇപ്പൊ മുകേഷ് ഏട്ടൻ മത്സരിക്കുന്നത്. എന്തോ ഒരിക്കൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വ്യക്തിക്കെതിരെയാണ് മുകേഷ് ഏട്ടൻ ഇപ്പൊ മത്സരിക്കുന്നത്. അതും കൂടെ ചേർന്നിട്ടാണ്, ഞാനല്ല, നാട്ടുകാര് മനസ്സിലാക്കിയിട്ടാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ചാഞ്ചാടിയും അങ്ങനെ മാറിയും തിരിഞ്ഞു നിൽക്കുന്നവരല്ല, യഥാർത്ഥത്തിൽ ആദർശത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരുടെ ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. NK പ്രേമചന്ദ്രന് ഇത്തവണ തിരിച്ചടിയാകും, അല്ലെങ്കിൽ ഇത്തവണ പ്രേമചന്ദ്രനെ ഉപേക്ഷിച്ച് ജനങ്ങൾ മുകേഷ് ഏട്ടനോടൊപ്പം നിൽക്കും എന്ന് തോന്നുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? അത് ജനങ്ങളോട് തന്നെ ചോദിക്കണം. അവർക്ക് ഒരുപാട് കാരണങ്ങൾ കാണും. അല്ലെങ്കിൽ ഈ ആവേശം കാണേണ്ട ആവശ്യമില്ലല്ലോ. ഈ നട്ടുച്ചയ്ക്ക് 40 ഡിഗ്രി സെന്റിഗ്രേഡില് റോഡില് കാത്തു നിന്നിട്ട് കൈ കാണിക്കാനും ഷേക്കാൻഡ് തരാനും അവര് മുതിരത്തില്ലല്ലോ. പ്രധാന പ്രചരണ വിഷയങ്ങൾ എന്താണ് ഇവിടെ? പ്രധാന പ്രചരണ വിഷയങ്ങൾ സത്യസന്ധമായി കൊല്ലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതല്ല വാഗ്ദാനങ്ങളല്ല, ഘോര പ്രസംഗങ്ങളല്ല,
പ്രവർത്തനങ്ങൾ അത് ഞാൻ എന്റെ മണ്ഡലത്തിൽ 2 പ്രാവശ്യം തെളിയിച്ചതാണ്. 1748 കോടി രൂപയുടെ വികസനം തൊട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചിട്ട് ഒരു മനുഷ്യൻ UDF-ന്റെയോ BJP-യുടെയോ വന്നിട്ടില്ല. കാരണം അവർക്കറിയാൻ ഞാൻ തൊട്ട് കാണിക്കുമെന്ന്. അപ്പൊ അത് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയും എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നൽകിയ ഒരു വിരുന്നിൽ പങ്കെടുത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രേമചന്ദ്രനെതിരെ ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ. സമൂഹ മാധ്യമത്തിലൊക്കെ വളരെ തരത്തിൽ പ്രചരിച്ചു. മുകേഷ് ഏട്ടൻ അതൊരു പ്രചരണ വിഷയമാക്കോ? ഒരിക്കലും എന്തിന് അതിന് 100 കണക്കിന് വേറെ വിഷയങ്ങൾ കിടക്കുമ്പം ഈ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആൾക്കാരെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തു എന്നത് മാത്രമല്ല, അതിനുശേഷം ഇറങ്ങി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും വലിയ വിവാദമായിരുന്നു. അതൊക്കെ ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞ് കൂടുതൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ ഞാൻ ആളല്ല. പ്രേമേന്ദ്രനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ പൊതു സ്വീകാര്യനാണ് അദ്ദേഹം. എല്ലാവരാലും സ്വീകാര്യനാണ് അദ്ദേഹം. അതിനപ്പുറം ഒരു പൊതു സ്വീകാര്യത മുകേഷ് എന്ന വ്യക്തിക്കുണ്ടോ? അതല്ല, ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴല്ലേ ഇതൊക്കെ 2 പ്രാവശ്യം പറഞ്ഞതാണ് മക്കളെ. ഇത് 2 പ്രാവശ്യം ഞാൻ ഇലക്ഷൻ നിന്നപ്പോ ഇയാള് സിനിമാ നടൻ, ഇയാള് കലാകാരൻ, എന്താ കല മോശമാണോ എന്ന് തിരിച്ചു കൊല്ലംകാര് ചോദിച്ചു. അതാണ് എന്റെ 2 വിജയം. ഇത് 3ാമത്തെ വിജയം. അത്രേ ഉള്ളൂ. ഇതെല്ലാം മാറി വരും. ഇതൊക്കെ ഈ വെറുതെ പ്രഹസനങ്ങൾ ഇങ്ങനെ ഈ കൊടും നുണകളൊക്കെ പറഞ്ഞിങ്ങനെ പരത്തുന്നതല്ലാതെ സത്യത്തിൽ അതൊന്നുമല്ല ഈ ഇലക്ഷനെ ബാധിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമാണ്, കേരളത്തിന്റെ രാഷ്ട്രീയം. നിയമസഭയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള സ്വാധീനം ഇടതുപക്ഷത്തിന് ചെലുത്താൻ കഴിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറിച്ചൊരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടല്ലോ. ഇപ്പം വയനാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി, ഇവിടെയുള്ള ഒരുപാട് MP-മാര് കേന്ദ്രമന്ത്രിമാരായല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ വൻ വെട്ടിപ്പിന്റെ പുറത്ത് ആൾക്കാരെ പറ്റിച്ച് അവർ പശ്ചാത്തപിക്കുന്നു. അവര് കുറ്റബോധം കൊണ്ട് ഈ പ്രാവശ്യം ആഞ്ഞു വീശും. അതാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 തവണത്തെ മത്സരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് നിർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തരായ 2 സ്ഥാനാർത്ഥികൾ MA ബേബി, KNB, ഇവർ 2 പേര് നിന്നിട്ട് നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ ഉത്തരവാദിത്വമാണ് മുകേഷ് ഏട്ടനെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊരു റിസ്ക് ആണോ? അതങ്ങനെ 2 പേരും 3 പേരും ഒന്നല്ല. ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ, സഞ്ജയ് ഗാന്ധി തോറ്റിട്ടില്ലേ, അപ്പൊ കരുണാകരൻ തോറ്റിട്ടില്ലേ? അപ്പൊ തോൽവിയും വിജയമൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ. ഇപ്പൊ ഞാൻ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കിയ ഒരാള് ആര് ജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണെന്നറിയോ? അവസാനത്തെ 2 ആഴ്ച അനുസരിച്ചിരിക്കും. അവസാനത്തെ 2 ആഴ്ച എങ്ങനെയാണ് ആൾക്കാരുടെ പൾസ്, എന്താണ് അവരുടെ വികാരം, ഏത് രീതിയിലാണ് അവരുടെ ആവേശം, അതായിരിക്കും നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരുടെയും വോട്ടുകൾ കാണും. ഈ പ്രാവശ്യം 100 കാരണങ്ങളാണ്. അങ്ങനെയുള്ള 2 ആഴ്ച, അവസാനത്തെ 2 ആഴ്ച ആവേശ തിമിർപ്പിലാകാൻ വേണ്ടി 100 കാരണങ്ങളുണ്ട്. KN ബാലഗോപാലിനെതിരെ 1,48,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. വൻ വിജയമാണ്. അതെ, അപ്പം കേന്ദ്രമന്ത്രിയായില്ലയോ ആ സമയത്ത്? അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എല്ലാവരും കൂടെ വലിയ രീതിയിൽ ഡൽഹിയിലോട്ട് പോകാൻ ശ്രമിച്ച ആ ഒരു വൻ ചീറ്റിങ്ങിലാണ് ആ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ആൾക്കാർക്ക് മനസ്സിലായല്ലോ എന്താണ് ഒരു പ്രഹസനം ഉണ്ടാക്കിയത്, ഒരു നുണക്കഥ ഉണ്ടാക്കിയത്. അതൊക്കെ മനസ്സിലായി. അതെല്ലാം തിരിച്ച് കേരളത്തിന്റെ പ്രബുദ്ധരായ സാക്ഷര കേരളം ഒന്നിച്ച് ഗംഭീരമായിട്ട് ഈ പ്രാവശ്യം ഒരു വലിയ നിര ഉണ്ടാക്കും. ഞാൻ ഒരിക്കൽ മുകേഷ് ഏട്ടനെ ഒരു ഓണം പരിപാടിയുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അപ്പോ മുകേഷ് ഏട്ടൻ പറഞ്ഞു, എനിക്കൊന്ന് കുറച്ചുനേരം കിടന്ന് ഉറങ്ങണം, അതിന് സമയം കിട്ടിയാൽ മതിയായിരുന്നു, അത്രമാത്രം ടൈറ്റ് ഷെഡ്യൂളാണ് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു 5 വർഷത്തെ ഇടവേള ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോ ആ തിരക്കുകൾ അത് പ്രതീക്ഷിച്ചിരുന്നതാണോ? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതിനിപ്പം ഏത് പാർട്ടിയാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണോ ആ തിരക്കിൽ കൂടെ സഞ്ചരിച്ച്, ആ അധ്വാനത്തിലൂടെ സഞ്ചരിച്ച്, ആ വെയിലിലൂടെ സഞ്ചരിച്ച് തന്നെ ആവണം. അതിനകത്ത് യാതൊരു കോംപ്രമൈസും നമ്മുടെ നാട്ടിൽ ഇനി പുതിയൊരു ഡിവൈസും കണ്ടെത്തിയിട്ടില്ല. എല്ലാവരിലും നേരിട്ട് ചെല്ലണം,
എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാവരുടെ അടുത്തും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മൈക്കിലൂടെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം. ഇതൊക്കെ ഒരു ഇനി മാറ്റാൻ പറ്റാത്ത പ്രക്രിയകളാണ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ തന്നെ എന്ന് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും സാധാരണഗതിയിൽ നിന്നും നേരെ 3 ഇരട്ടി ബിസി ആയിരിക്കും. അതാണ് കണ്ടുവരുന്നത്. രാവിലെ അമ്മയോട് സംസാരിച്ചിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ എല്ലാം കൂടെ പറ്റുന്നില്ല, ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ്, അപ്പോ ഇനി എനിക്ക് താല്പര്യം ഇല്ല എന്ന തരത്തിലൊക്കെ മോൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വലിയ ഉത്തരവാദിത്തം കൂടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആലോചിച്ചിരുന്നു. അത് അമ്മയുടെ സ്നേഹം. അവിടെ 3 നേരവും അവിടെ തന്നെ നിൽക്കുക, വെയിലത്ത് പോകാതിരിക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയുടെ കൂടെ സംസാരിച്ചിരിക്കുക. അത് ഏത് അമ്മ ആഗ്രഹിക്കുന്നതാണ്. അത് ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എന്ന് വിചാരിച്ച് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ, ഇനിയിപ്പം MP സ്ഥാനാർത്ഥിയാണ്, അതൊന്നും നമുക്ക് അങ്ങനെ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ നടന്നോളൂ. കടുത്ത മത്സരമാണല്ലോ. അപ്പോ മുകേഷ് ഏട്ടന് വേണ്ടി ആരൊക്കെ ഈ മണ്ഡലത്തിൽ ഇറങ്ങും? സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരൊക്കെ എത്തുമോ? ആരൊക്കെ ഉണ്ടാകും? ആരൊക്കെ പ്രതീക്ഷിക്കണം മണ്ഡലം? എതിർ സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന അനുസരിച്ച് അവര് 2 പേരെ ഇറക്കിയാൽ ഞാൻ 4 പേരെ ഇറക്കും. അത് തന്നെ തീരുമാനിക്കും. നമ്മൾ ചുമ്മാ ഇറക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവര് ഇറക്കട്ടെ ആദ്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇറക്കി എന്നെ ഒരുപാട് പ്രാവശ്യമൊക്കെ കാണാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവരൊന്ന് 2 നല്ല ആൾക്കാരെ ഇറക്കുമ്പോൾ അതിന്റെ കാട്ടി നല്ല ആൾക്കാരെ നമ്മൾ ഇറക്കും. അതാണ് എന്റെ തീരുമാനം. ഇവിടെ മണ്ഡലത്തിൽ ഇപ്പോ സിനിമാ നടൻ മുകേഷ് ആണെങ്കിലും പ്രേമലു പോസ്റ്റർ എതിർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. സിനിമാ നടനായതുകൊണ്ടാണോ അതോ നിർമ്മാതാവ് അതിന്റെ പിന്നണിയിലുള്ളത് കൊണ്ടാണോ? അപ്പൊ നമുക്ക് ആ രീതിയിൽ ഉള്ള പ്രചരണങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അല്ല, അതൊന്നും ഇപ്പൊ ഞാനിപ്പം പിന്നെ വെടിവെച്ചിട്ട് ടോന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മുന്നണിക്കും വലിയ അലർജിയാണ്. പണ്ട് മുതലേ കലാകാരൻ, ഇവിടെ 2 പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് ജയിച്ചപ്പോഴും കലാകാരൻ, സിനിമാക്കാരൻ 1748 കോടി രൂപയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവന്നപ്പോഴും കലാകാരൻ ഇതൊക്കെ സംഭവിക്കാമല്ലോ. എന്നിട്ട് അവസാനം എന്താ പറ്റിയത്? കലയിൽ കുഴപ്പമാണ്, ആൾക്കാർക്ക് കലാകാരന്മാരെ ഇഷ്ടമാണെന്നുള്ള എവിടെയോ ഒരു പോയിന്റ് മനസ്സിലാക്കിയതിനു ശേഷം ഒരു സിനിമയുടെ പേരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു പ്രേമലു. ഇവർക്ക് വേറെ എത്രയോ രാഷ്ട്രീയ പദങ്ങളുണ്ട്, അതൊക്കെ കൊണ്ടുവന്നൂടെ? അപ്പൊ എന്താണ്? കല തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതും കലയും കലാകാരനുമാണ്. അത് നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്. ഇവിടെ ഇപ്പോ ഇന്നസെന്റ് ചാലക്കുടി MP ആയി ആ ഒരു ചരിത്രമുണ്ട്. മുകേഷ് ഏട്ടൻ ആ ഘട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ വലിയ സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നല്ലോ. എന്തെങ്കിലും MP ആവുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു? ഒന്നിനെ പറ്റി ഞാൻ ആലോചിച്ചില്ല. ഞാൻ ഒരു ഫിലിം ആക്ടർ എന്നുള്ള നിലയിലാണ് എന്റെ, അതിനകത്ത് നാടകമുണ്ട്, TV ഉണ്ട്, കലാകാരൻ എന്നുള്ള രീതിയിലായിരുന്നു എന്റെ മുന്നോട്ടുള്ള യാത്ര. സജീവ കലാകാരനായിരുന്നു, എന്നാൽ സഹയാത്രികനായിരുന്നു. രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പം MLA ആയിട്ട് നിന്നു. തോൽക്കുമെന്ന് പറഞ്ഞു, ആദ്യം ജയിച്ചു. വീണ്ടും ഉഗ്രമായിട്ട് തോക്കുമെന്ന് പറഞ്ഞു, ഉഗ്രമായിട്ട് ജയിച്ചു. ഇപ്പൊ വീണ്ടും MP സ്ഥാനാർത്ഥിക്ക് പാർട്ടി പറയുന്നു നിങ്ങളെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാര്യം കൊല്ലത്തിനെ സേവിക്കാനും കൊല്ലത്തിന്റെ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരു കൊല്ലംകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്ന കണക്ക് വേറൊരു കൊല്ലത്തിന് പുറത്തുള്ള ഒരാൾ വന്നിട്ട് ഞാൻ കൊല്ലംകാരനാണേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് നോ എന്ന് പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ അംബാസിഡറാണ് മുകേഷ് ഏട്ടനെന്ന് തോന്നാറുണ്ട്. കാരണം കൊല്ലത്ത് തന്നെ താമസിക്കുന്ന, കഴിയുന്നതും കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് മുകേഷ് ഏട്ട. ഇവിടെ ഇപ്പോ കഴിഞ്ഞ തവണത്തെ മത്സരത്തെ കുറിച്ച് പറഞ്ഞാല്, ആദ്യം മത്സരിച്ചതിന് ശേഷം മുകേഷ് ഏട്ടനെ കുറിച്ചുള്ള ഒരു പരാതി എല്ലാവർക്കും ആക്സസിബിൾ അല്ല ഈ MLA എന്നതായിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർക്ക് അക്കാര്യങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മത്സരിച്ച് വിജയിച്ച് മുകേഷ് ഏട്ടൻ അതിന് മറുപടി നൽകി. അത് കുറെ സ്വന്തം നിലയിൽ കൂടിയുള്ള ഒരു വിജയമായിരുന്നു. അത് അല്ല, അതൊക്കെ എല്ലാം പാർട്ടിയാണ്. പാർട്ടിയുടെ അല്ല ഞാൻ സ്വന്തമായിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് 5000 വോട്ട് കിട്ടുമോ? വിമർശകർക്കുള്ള ഒരു മറുപടിയായിരുന്നു അത്. വിമർശകർക്ക് എന്നെ ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഇവരുടെ ഒരു ഭാവനയാണ്. ഒരുപാട് പേര് ഭാവനയിലാണ് അയാൾ അങ്ങനെ തോപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു, ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു. അതൊന്നുമല്ല.
ഇത് വളരെ ശക്തമായ മത്സരമാണ്, വലിയ രാഷ്ട്രീയ മത്സരമാണ്. അതിനകത്തൊന്നും വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജയിച്ചതും ഇനി ജയിക്കാൻ പോകുന്നതും ഒക്കെ പാർട്ടിയുടെ പിൻബലം തന്നെയാണ്, പാർട്ടിയുടെ പ്രവർത്തന മികവ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ചില പാർട്ടി പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ വലിയ ആവേശത്തിലാണ്. അപ്പോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു മുകേഷ് ഏട്ടനെ കുറിച്ചുള്ള ഒരു പരാതി മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പ്രവർത്തനം കൊണ്ട് പരിഹരിച്ചു എന്നൊരു അഭിപ്രായം ചിലരിൽ നിന്നൊക്കെ കേട്ടു. അത് മുകേഷ് ഏട്ടൻ പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ പരിഹരിച്ചതാണോ ആ വിഷയം? അതൊന്നും സത്യസന്ധതയല്ല. നമ്മൾ എന്താണോ അത് മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്നും ഒക്കെ പുറത്തു വരത്തുള്ളൂ. ഞാൻ അഭിനയിക്കും, സിനിമയിൽ കഥാപാത്രമായിട്ട് അഭിനയിക്കും. ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും MLA എന്ന് പറയുന്നതും ഒക്കെ ജീവിതമാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നവർ തോറ്റ് തുപ്പിയിടത്തതേ ഉള്ളൂ. ഞാൻ ഒരുപാട് പേരെ രാഷ്ട്രീയത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിനിമയിലൊന്നും ഇത്രയും വലിയ നടന്മാരില്ല. ഇവിടെയാണ് അവരൊക്കെ എന്തും വേണ്ടി ദുരന്ത ജീവിതമായിരിക്കും. ഒരാള് മനസ്സിൽ ഒരെണ്ണമാകുക, എന്നിട്ട് അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ വേറൊരു കപട മുഖം വെച്ചിട്ട് ജീവിക്കുക, അതെല്ലാം നമ്മുടെ അജണ്ടയിലേ ഇല്ല. സത്യം തെളിഞ്ഞു, ഇത് ആദ്യത്തെ ഒരു മുൻവിധി മാറി, ഇപ്പൊ ഇങ്ങനെ മുകേഷ് ഇങ്ങനത്തെ ഒരാളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവര് ഓക്കെ ആയി. അതും പാർട്ടിക്കാരൊന്നും അല്ല കേട്ടോ, അനുഭാവികളോ അല്ലെങ്കിൽ കൊല്ലത്തുള്ള കുറച്ച് പേരെ പറഞ്ഞായിരിക്കും. പാർട്ടിക്കാരൊന്നും ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഇപ്പൊ വിളിക്കുന്ന എല്ലാവർക്കും ആക്സസിബിൾ ആണ് മുകേഷ് MLA. ആകണമല്ലോ, ആകണം. പിന്നെ ഇനി എന്തെല്ലാം ആക്സസിബിൾ ആണെങ്കിലും ശരി, ഏതൊക്കെ തരത്തിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ രാവിലെ മുതൽ അലാറം വെച്ച് ഓടി എത്തുന്നവരാണെങ്കിലും ഒക്കെ ശരി, അത് നല്ലത് തന്നെ ആയിരിക്കും ചിലർക്ക്. എന്നാൽ വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ എന്തിനീ ആക്സസ്? ഞാൻ മണ്ഡലത്തിലായിരുന്നു എന്നല്ല, ഞാൻ സെക്രട്ടേറിയറ്റിലായിരുന്നു, മന്ത്രിമാരെ കാണാൻ പോയി, ഓഫീസർമാരെ കാണാൻ പോയി, അത് നേടിയെടുത്തു, അതിന്റെ പേപ്പറിന്റെ പുറകിലായിരുന്നു. അവർക്കേ ഉള്ളു രക്ഷ. അല്ലാതെ ഞാൻ അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. മണ്ഡലത്തില് അവിടെ ഒരു വിവാഹ സദ്യ ഉണ്ടായിരുന്നു, അവിടെ നിന്നങ്ങ് താമസിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഇല്ലായ്മയല്ലേ? അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആദ്യഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2000 ചില്ലുവാനം വോട്ടുകളായി കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബിന്ദുകൃഷ്ണയായിരുന്നു സ്ഥാനാർത്ഥി. അപ്പോ അവിടെ നിന്ന് വലിയ ഒരു മത്സരത്തിലേക്കാണ് ചുവടുവെക്കുന്നത്. അവിടെ LDFനെ സംബന്ധിച്ച് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ഒരു മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം LDFന്റെ കയ്യിൽ ഭദ്രമായിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് മറ്റൊന്നാണല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഒരാശങ്കയില്ലെന്ന്. ഇപ്രാവശ്യമൊക്കെ എത്ര പ്രാവശ്യം ഇടതുപക്ഷം ഭൂരിപക്ഷ സീറ്റ് നേടിയിട്ടുള്ള സംഭവങ്ങളില്ലേ? അപ്പൊ അത് മാത്രം എന്താ പറയുന്നത്? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, വൻ ചതി, ചീറ്റിങ്, ആളുകള് അബദ്ധത്തിൽ ഒരു തെറ്റിദ്ധാരണ വന്നു. ഈ പ്രാവശ്യം അതൊന്നുമില്ല. ഈ പ്രാവശ്യം കേരളത്തിന് ആവശ്യമാണ് MP മാരെ. ഒരു MP വെച്ചിട്ട് ഇത്രയും ഫൈറ്റ് ചെയ്യുക ഇടതുപക്ഷം, പിന്നെ 2 MP ആയി. അപ്പം അത് കൂടുതൽ MP മാരുണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിനെ തൊടാൻ പറ്റത്തില്ല. ഇവിടെ ഈ UDF-കാരും സന്തോഷമായിട്ട് ജീവിച്ചേനെ. അതിന് അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എപ്പോഴും. ഇപ്പം ജന്തർ മന്ദറിൽ പോയി ഫൈറ്റ് ചെയ്ത് കേരളത്തിന് വേണ്ടിയാണ്. കേരളത്തിനെന്ന് പറഞ്ഞാൽ LDFന് വേണ്ടി മാത്രമാണോ? അല്ല, UDF-ഉം BJP ഒക്കെ അതിനകത്ത് വരും. കേരളമാണ് ടോട്ടലായിട്ട്. അപ്പൊ അത് ഫൈറ്റ് ചെയ്യാൻ LDF മാത്രമേ പറ്റത്തുള്ളൂ, അതിനുള്ള പ്രാപ്തിയുള്ളൂ. ഈ സംസ്ഥാന വിഷയങ്ങളും കൂടി പരിഗണിക്കുമല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ. ഇവിടെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങി എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, ആലപ്പുഴ കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ചവറ അതിന്റെയൊക്കെ ആയിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗവും കൂടിയൊക്കെ ഈ മണ്ഡലത്തിന്റെ ഉണ്ട്. സംസ്ഥാന വിഷയങ്ങൾ എങ്ങനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്? അതൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ സ്വാധീനിച്ചോട്ടെ. പക്ഷേ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് LDF തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ വരുന്നതാണ്, എല്ലാ ഗവൺമെന്റിനും വരുന്നതാണ്. അപ്പം അത് ഇങ്ങനെ മുഴപ്പിച്ച് കാണിച്ചിട്ട് നിങ്ങൾ അതങ്ങനെ ഇങ്ങനെ ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അതിനെപ്പറ്റി ഒരു സംസാരമില്ല. അപ്പൊ അതെല്ലാം ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് പല 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 സംഭവങ്ങൾ വരും. ഇപ്പൊ ഇലക്ഷൻ വരുമ്പോൾ കൊല്ലത്ത് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ സിമന്റ് ഫാക്ടറി വരാൻ പോന്നേ, ആളുകളെല്ലാം ഈ പൊടിയടിച്ച് ചാകാൻ പോന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെഡും ഒക്കെ കെട്ടിയിട്ട് ഒരു സത്യാഗ്രഹം വരും. ഇലക്ഷന്റെ പിറ്റേ ദിവസം ഷെഡും പൊളിക്കും. പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ വരുന്നത്. ഈ സിമന്റ് ഫാക്ടറി വെച്ചിട്ട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് UDF കൊല്ലം കുറേയായി. അതേപോലെ ഒരു ചെറിയ സംഭവം, അതൊക്കെ അതിൻ്റെതായിട്ടുള്ള റെക്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ശമ്പളം വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് കൊടുക്കുകയാണ്.
അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റും അതിന്റെ ഒരു പിന്നെ ശാസ്ത്രീയ അല്ല അതിന്റെ ഒരു മിസ്റ്റേക്ക് വന്നു. അല്ലാതെ ആരും ആരെങ്കിലും മനഃപൂർവ്വം LDF ഇലക്ഷൻ വരുന്നു ഇനി കുറേമാര് ശമ്പളം ഇല്ലാതെ നിൽക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? അതിനുള്ള വകുപ്പുകളെല്ലാം ബോധമെല്ലാം നാട്ടുകാർക്കുണ്ട്. അതൊന്നും ഇലക്ഷനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ആരെങ്കിലും ശമ്പളം 1-ാം തീയതി കൊടുത്തില്ല എന്നാൽ ഈ പ്രാവശ്യം UDF വോട്ട് ചെയ്യാന്ന് ആരെങ്കിലും പറയൂ? അതൊക്കെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്.